അതിൽ ആ പൊതുസമ്മർദ്ദത്തിൽ കേരളത്തിലെ വിവിധ മതസംഘടനകൾ, അതുപോലെ തന്നെ സാമൂഹിക നേതാക്കന്മാർ, രാഷ്ട്രീയ പാർട്ടി പ്രതികളൊക്കെ അതിലുണ്ടായിരുന്നു. അന്ന് ഈവൻ നമ്മുടെ സാദിഖ് മഞ്ചേശ്വരത്ത് മത്സരിക്കാതിരിക്കുന്നതാണ് നല്ലത്, അങ്ങനെ മത്സരിക്കരുത് എന്ന്, അങ്ങനെ മത്സരിച്ചാൽ മതേതര വോട്ടുകൾ ഭിന്നിച്ചു പോകും എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഇതിന്റെ നേർവിപരീതമാണ് വി ഡി സതീശൻ പറയുന്നത്. ഞങ്ങൾക്ക് വി ഡി സതീശനോടും അതുപോലെ UDF-ലെ നേതാക്കന്മാരോടും കോൺഗ്രസിന്റെ ഉന്നതരായ നേതാക്കന്മാരോടും ചോദിക്കാനുള്ളത് ഇത് കോൺഗ്രസിന്റെ ഒരു പോളിസിയാണോ എന്നതാണ്. AICC ജനറൽ സെക്രട്ടറിയും കോൺഗ്രസിലെ ഇന്നത്തെ ഏറ്റവും മുതിർന്ന നേതാക്കന്മാരിൽ ഒരാൾ, ഞാൻ മുതിർന്ന ഉദ്ദേശിക്കുന്നത് നയരൂപീകരണ സമിതിയിലെ ഏറ്റവും അടുത്ത അല്ലെങ്കിൽ ഏറ്റവും പ്രഗത്ഭനായ ഏറ്റവും അറിയപ്പെടുന്ന ആളാണ് KC വേണുഗോപാൽ. അദ്ദേഹം ഇന്നലെ പറഞ്ഞത് STP എന്നല്ല ആരുടെ വോട്ട് സ്വീകരിക്കും, അങ്ങനെ വോട്ട് സ്വീകരിക്കുന്നതിന് തടസ്സമില്ല എന്നാണ് പറയുന്നത്. പക്ഷേ വി ഡി സതീശൻ ഇന്നലെ തന്നെ പറയുകയാണ് STPയുടെ വോട്ട് വേണ്ട എന്ന്. അപ്പോൾ ഇവിടെ കോൺഗ്രസിന്റെ നിലപാടിൽ AICC ജനറൽ സെക്രട്ടറിയെക്കാളും മുകളിലാണോ വി ഡി സതീശൻ എന്ന് നമുക്ക് സംശയം തോന്നുകയാണ്. ഒരു മുകളിലുള്ള നേതാവ് പറഞ്ഞാൽ AICC ജനറൽ സെക്രട്ടറി പോലുള്ള വളരെ പ്രഗത്ഭനായ പ്രമുഖനായ ഒരു വ്യക്തി പറയുമ്പോൾ അതിനെ മറികടന്ന് അതിനെതിരായി പറയുന്നത് അത് കോൺഗ്രസിന്റെ എന്ത് സംസ്കാരമാണ് നമുക്ക് മനസ്സിലാവുന്നില്ല. കോൺഗ്രസിനെല്ലാം കുറ്റം പറയുന്നത് വി ഡി സതീശന്റെ സംസ്കാരം. അപ്പൊ അദ്ദേഹം ഇതൊക്കെ പറയുന്നതിന്റെ താല്പര്യം വളരെ ദുരൂഹമാണ്, വളരെ ദുരൂഹമാണ്. ഞങ്ങൾക്ക് ഇതിൽ ആശങ്കയുള്ളത് കേരളത്തിൽ കഴിഞ്ഞ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിന്റെ ഒരു മാൻഡേറ്റ് വെച്ചിട്ട് വിലയിരുത്തപ്പെടുന്നത് UDF-ന് മുൻതൂക്കമുണ്ട് എന്നാണ്. അതൊക്കെ ഇലക്ഷൻ കഴിയുമ്പോൾ അറിയാം നമുക്ക് എന്താണുള്ളത്. പക്ഷേ അങ്ങനെയാണ് പൊതുവെ പറയപ്പെടുന്നത്. ലോക്കൽ ബോഡി ഇലക്ഷനിൽ UDF-ന് വലിയ മുൻതൂക്കമുണ്ടായി എന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. ആ വിലയിരുത്തപ്പെടുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ UDF അധികാരത്തിൽ വരുമെന്ന് UDF നേതാക്കളും അവകാശപ്പെടുന്നുണ്ട്. ആ UDF അധികാരത്തിൽ വരികയാണെങ്കിൽ, ഒരു നല്ല ഭൂരിപക്ഷത്തോടു കൂടി കേരളത്തിൽ UDF വരികയാണെങ്കിൽ വി ഡി സതീശന് കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനം ലഭ്യമാകില്ല എന്ന് കോൺഗ്രസ് തന്നെ പറയുന്നു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം AICC ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാലിലേക്ക് പോകുമെന്നും പറയപ്പെടുന്നു. അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ KC വേണുഗോപാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആകാതിരിക്കണം എങ്കിൽ കേരളത്തിൽ UDF-ന് കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ നിൽക്കണം എന്ന് പറഞ്ഞാൽ 75 സീറ്റിലൊക്കെ ഒതുങ്ങി നിന്നാൽ അപ്പോൾ പിന്നെ KC വേണുഗോപാലിനെ കൊണ്ടുവരുമ്പോൾ കോൺഗ്രസിലൊക്കെ ഉണ്ടാകുന്ന പടലപ്പിണക്കങ്ങൾ ഒരിക്കലും ഒരു മൂന്നാം ആൾ വരാതിരിക്കാനും വി ഡി സതീശന് മുഖ്യമന്ത്രി സ്ഥാനം നിലനിർത്താനും കഴിയുമെന്ന് അങ്ങനെയൊക്കെ പറയപ്പെടുന്നു രാഷ്ട്രീയ നിരീക്ഷകർ. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിന്റെയും UDF-ന്റെയും സീറ്റ് കുറയ്ക്കാനാണ്. പ്രത്യേകിച്ചും മഞ്ചേശ്വരം അടക്കമുള്ള വിവിധ മണ്ഡലങ്ങളിൽ ഈ സതീശന്റെ പ്രസ്താവന കൊണ്ട് സംഭവിക്കാൻ പോകുന്നത് അവർക്ക് വലിയ വോട്ട് കുറയും, അതവർ തോൽക്കുകയും ചെയ്യും. നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു രാഷ്ട്രീയ സ്ട്രാറ്റജിക്സ് ഉണ്ട് കേരളത്തിൽ. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഇലക്ഷനിൽ ഭൂരിപക്ഷം സീറ്റ് UDF-ന് കിട്ടുമെന്ന് പറയുമ്പോഴും 21ഓളം സീറ്റുകളിലെ UDF-ന്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് കേവലം 5000 വോട്ടിന് താഴെയാണ്. STP പോലുള്ള കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും വോട്ടുള്ള, ഇങ്ങനെ ഒരു ഗതി നിർണയത്തിന് സാധ്യമായ വോട്ട് ബാങ്കുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വോട്ട് തീരെ വേണ്ട എന്ന് പ്രഖ്യാപിക്കുന്നത് അവരുടെ വിജയത്തെ കുറക്കാൻ അവർ തന്നെ താല്പര്യമെടുക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് കേരളത്തിലെ പൊതുസമൂഹം അല്ലെങ്കിൽ കേരളത്തിലെ മറ്റു UDF-ലെ ഘടകകക്ഷികൾ അംഗീകരിക്കുന്നുണ്ടോ എന്ന് ഒന്ന് വ്യക്തമാക്കണമെന്ന് STP ആവശ്യപ്പെടുകയാണ്. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PM A സലാം, അതുപോലെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ എല്ലാം പറയുന്നത് എല്ലാവരുടെയും വോട്ട് വാങ്ങുമെന്നാണ്. അപ്പം അതിന് വിരുദ്ധമായി കേരളത്തിൽ ഒരു പ്രബലമായ ഒരു കക്ഷി STP അത്ര എഴുതിത്തള്ളാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയല്ല എന്നാണ് ഞങ്ങൾ വിശ്വാസം. ഞങ്ങൾക്ക് എല്ലാ മണ്ഡലത്തിലും പ്രവർത്തകന്മാരുണ്ട്, ഞങ്ങൾക്ക് കൃത്യമായ വോട്ട് ബാങ്ക് ഉണ്ട്, കേഡർ സിസ്റ്റമാണ്. ഞങ്ങളൊരു തീരുമാനമെടുത്താൽ ആ തീരുമാനത്തിനനുസരിച്ച് വോട്ട് ചെയ്യാൻ കഴിയുന്ന വോട്ടർമാരും
അണികളും ഞങ്ങൾക്കുണ്ട്, കേഡർമാരും അണികളും ഞങ്ങൾക്കുണ്ട്. അത്തരം ഒരു രാഷ്ട്രീയ കക്ഷിയുടെ വോട്ട് വേണ്ട എന്ന് ഇന്ന് കേരളത്തിൽ പരസ്യമായി പറഞ്ഞ ഏക രാഷ്ട്രീയ നേതാവ് സതീശനാണ്. അതൊരു ആദർശത്തിൻ്റെ പേരിലാണെങ്കിൽ നമുക്ക് വേറൊന്നും മനസ്സിലാക്കാൻ പറ്റും. അതിൽ ആദർശമല്ല എന്നതിൻ്റെ തെളിവ് ആ പാർട്ടിയുടെ തന്നെ ദേശീയ നേതാക്കന്മാർ തിരിച്ചു പറയുകയാണ്. അത് ഒരു പാർട്ടിക്ക് രണ്ട് നേതാക്കന്മാർക്ക് രണ്ട് ആദർശബോധം ഉണ്ടാവാൻ പാടില്ലല്ലോ. ഒരു 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 പാർട്ടിയുടെ ഒരു പൊതു പോളിസി ഒന്നായിരിക്കണം. ആ പോളിസിക്ക് വിരുദ്ധമായാണ് വി.ഡി. സതീശൻ പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾ മഞ്ചേശ്വരത്തിൽ പിൻവലിക്കാൻ വേണ്ടി ഞങ്ങളോട് ആവശ്യപ്പെട്ട വിവിധ സാമൂഹ്യ സംഘടനകൾ, മതസംഘടനകൾ, അതുപോലെ നേതാക്കന്മാർ, വ്യത്യസ്തമായ സാമൂഹ്യ നേതാക്കന്മാർ, അങ്ങനെയുള്ള ആളുകളൊക്കെ ഞങ്ങളോട് ആവശ്യപ്പെട്ടത് മതേതര വോട്ട് ഭിന്നിച്ച് കളയരുത്, രാജിവെക്കണമെന്നാണ്. വി.ഡി. സതീശൻ്റെ ഈ പ്രസ്താവനയോട് ഇത്തരം നേതാക്കന്മാരും സംഘടനകളും എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് അറിയേണ്ടതുണ്ട്. പൊതുസമൂഹത്തിന് അറിയണം. ഞങ്ങൾക്ക് മാത്രം അറിഞ്ഞാൽ പോരാ, കേരളീയ സമൂഹത്തിന് പോലും അത് അറിയേണ്ടതുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.